Hello viewers, welcome back to Malayalam channel. എൻ്റെ പേര് അശോക്. നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നതും അൺബോക്സ് ചെയ്യാൻ പോകുന്നതും ഒപ്പോന്റെ F17 Pro എന്നുള്ള മോഡലാണ്. ഇപ്പോഴത്തെ ഒരു ബസ് വേർഡ് ആണ് സ്ലീക്കസ്റ്റ് ഡിസൈൻ എന്നുള്ളത്. അപ്പോൾ ഒപ്പോന്റെ F17 Proന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ Oppo F17 Pro. നമുക്ക് ഇതിന്റെ ഹൈലൈറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 7.48mm ultra sleek body, 6 AI portrait cameras, 30 watt charger, 16.34 super AMOLED display, പിന്നെ made in India phone. നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മുടെ Oppo F17 Pro വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ് കേട്ടോ. പിന്നെ TPU കേസ്, ഒരു 30 വാട്ടിന്റെ ചാർജർ, ടൈപ്പ് സി കേബിൾ, പിന്നെ 3.5mm ഇയർഫോൺ വിത്ത് 3.5mm ഇയർ പ്ലഗ്. ഇതൊരു നല്ലൊരു ഗിഫ്റ്റ് തന്നെയാണ്. ഇൻ ഹാൻഡ് ഫീലിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നല്ലൊരു യുണീക് ഡിസൈൻ, പ്ലാസ്റ്റിക് ബാക്ക് മെറ്റീരിയൽ ആണ്, പക്ഷെ ലുക്സ് ഗുഡ്. പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ്, വെയിറ്റ് വെറും 164 grams ആണ് ഇതിന്റെ വെയിറ്റ്. പിന്നെ സ്ലീക്കസ്റ്റ് ഫോൺ എന്നാണ് ഒപ്പോ ഇതിനെ ബ്രാൻഡ് ചെയ്തിരിക്കുന്നത്. 7.48mm ആണ് ഇതിന്റെ തിക്നെസ്. ഒരു പെൻസിലായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര തിന്നാണ് ഈ ഫോൺ എന്നുള്ളത്. ഫോണിന്റെ പോർട്സ് ആൻഡ് ബട്ടൺസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ താഴെ സ്പീക്കർ ഗ്രില്ലും ഒരു USB ടൈപ്പ് സി സ്ലോട്ടും പ്രൈമറി മൈക്രോഫോണും പിന്നെ 3.5mm ഓഡിയോ ജാക്കും കാണാം. ലെഫ്റ്റ് സൈഡിൽ വോളിയം ബ്രോക്കർ അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ, അതിന്റെ മുകളിലായിട്ട് സിം ട്രേയും കൊടുത്തിട്ടുണ്ട്. ഒരു ട്രിപ്പിൾ സിം ട്രേ സ്ലോട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് ഒരു ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡും ഡ്യുവൽ 4G സിംസും ഒരേ സമയം ഇടാൻ കഴിയും. മുകൾ ഭാഗത്ത് ഒരു നോയിസ് ക്യാൻസലിംഗ് മൈക്ക് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. റൈറ്റ് സൈഡിൽ പവർ ബട്ടണും. നമുക്ക് ഫോൺ ഒന്ന് ഓൺ ആക്കി നോക്കാം. അങ്ങനെ നമ്മുടെ ഫോൺ ഓൺ ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഫോൺ ഓൺ ആയിട്ടുണ്ട്. ഡിസ്പ്ലേനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 6.43 ഇഞ്ചിന്റെ സൂപ്പർ AMOLED FHD പ്ലസ് ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 60 Hz ആണ് ഇതിന്റെ മാക്സിമം റിഫ്രഷ് റേറ്റ്. ഹൈ റിഫ്രഷ് റേറ്റുള്ള ഫോൺ അല്ല, പക്ഷെ കുഴപ്പമില്ല. നമ്മുടെ M31s M51 ഒക്കെ ഇപ്പൊ ഈ റേഞ്ചിലുള്ള റിഫ്രഷ് റേറ്റിലാണ് വരുന്നത്. HDR10 സപ്പോർട്ട് ഉണ്ട്. നല്ലൊരു സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ്. അധികം ബെസൽസ് ഒന്നും കൊടുത്തിട്ടില്ല. കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 3+ പ്രൊട്ടക്ഷൻ ഉണ്ട്. ബ്രൈറ്റ്നസ് ലോയിലും ഹൈയിലും ഒക്കെ ഒരുവിധം നല്ല ക്ലിയർ ആയിട്ട് കാണുന്ന രീതിയിലുള്ള ബ്രൈറ്റ്നസ് ആണ് കൊടുത്തിരിക്കുന്നത്. സെക്യൂരിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർപ്രിന്റ് സ്കാനർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫേസ് അൺലോക്കും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഫിംഗർ പ്രിന്റ് സ്കാനർ എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. വർക്ക്സ് റിയലി വെൽ. നല്ല വൃത്തിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുവിധം ഫാസ്റ്റും ആണ്. നമുക്ക് ഇനി ഫേസ് അൺലോക്ക് ഒന്ന് നോക്കാം. ഫേസ് അൺലോക്ക് ഒരുവിധം നല്ല സ്പീഡിൽ തന്നെ അൺലോക്ക് ആവുന്നുണ്ട്. ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ColorOS 7.2 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അത് ലേറ്റസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഒപ്പോന്റെ. അത് Android 10 റൺ ചെയ്യുന്നത്. പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സ് ഒന്നും തന്നെ ഇതിൽ കണ്ടിട്ടില്ല. പ്രോസസറിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ Helios P95 പ്രോസസർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് 8GB 128GB റൺ ചെയ്യുന്നത്. 8GB 128GB ആണ് ഒരേ ഒരു വേരിയന്റ് ഈ ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ബാറ്ററിയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 4000 mAh ബാറ്ററിയാണ്. അതിൽ 30 watt VOOC ഫ്ലാഷ് ചാർജ് 4 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫോൺ ഫുൾ ചാർജ് ആവാൻ വെറും 53 മിനിറ്റ്സ് മാത്രം മതി. പിന്നെ ഇതിന്റെ വേറൊരു ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ടത് ഒപ്റ്റിമൈസ്ഡ് ഓവർനൈറ്റ് ചാർജിംഗ് എന്നുള്ള മോഡാണ്. ഫോൺ നിങ്ങൾക്ക് രാത്രി ചാർജ് ചെയ്യാൻ കുത്തി വെച്ച് കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല. ഒപ്പോ ഒപ്റ്റിമൈസ് ചെയ്തിട്ട് അതിന് ചാർജ് ചെയ്തിട്ട് നിങ്ങൾക്ക് രാവിലെ ഫോൺ ഫുൾ ചാർജ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയും. ഫോണിന്റെ മറ്റൊരു ഫീച്ചർ എന്ന് പറയാനുള്ളത് ജെസ്ചർ കൺട്രോൾ ആണ്. നിങ്ങൾക്ക് എയർ ജെസ്ചർ വെച്ചിട്ട് നിങ്ങൾക്ക് ഫോൺ കൺട്രോൾ ചെയ്യാൻ പറ്റും. കോൾ എടുക്കാനും കോൾ ഡിസ്കണക്ട് ചെയ്യാനും എല്ലാം നിങ്ങൾക്ക് ജസ്റ്റ് കൈ തൊടാതെ തന്നെ ചെയ്യാൻ കഴിയും. കണക്ടിവിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ Wi-Fi 5 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. Bluetooth 5 ലേറ്റസ്റ്റ് ബ്ലൂടൂത്ത് ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡ്യുവൽ 4G വോൾട്ടേജ് സിം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. Wi-Fi കോളിംഗ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഒരു ഡീസന്റ് SAR വാല്യൂ ആണ് ഫോണിനുള്ളത്. ഫീച്ചേഴ്സിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ FM റേഡിയോ അവൈലബിൾ ആണ്. യൂഷ്വലി അത് എൻട്രി ലെവൽ ഫോൺസിൽ മാത്രമാണ് FM റേഡിയോ കണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ഈ ബഡ്ജറ്റിൽ വരുന്ന ഒരു ഫോണിലും FM റേഡിയോ കൊടുത്തിട്ടുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. നോട്ടിഫിക്കേഷൻ ലൈറ്റ്സ് ഒന്നും അവൈലബിൾ അല്ല. IP സർട്ടിഫിക്കേഷൻ ഒന്നും ഈ ഫോണിന് അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ വാട്ടർ പ്രൂഫും ഡസ്റ്റ് പ്രൂഫും ഒന്നും അല്ല ഫോൺ. പിന്നെ മൾട്ടിമീഡിയ സപ്പോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ HDR സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് ഇതിൽ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ്. പിന്നെ ഇതിന്റെ ഡിസ്പ്ലേ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഒരു മൾട്ടിമീഡിയ വ്യൂയിങ് എക്സ്പീരിയൻസ് ഇസ് വെരി ഗുഡ്. പിന്നെ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ടത് ഇതിന്റെ തിൻ സെൽഫി ക്യാമറയാണ്. ആ സെൽഫി ക്യാമറയുടെ സൈസ് നമുക്ക് വീഡിയോ കാണുന്ന സമയത്ത് ഒരു രീതിയിലും ബുദ്ധിമുട്ടുണ്ടാവാത്ത ഒരു സൈസാണ്. നല്ല വോയിസ് ക്ലാരിറ്റി ഉണ്ട്. നമുക്ക് ഈ ഫോണിന്റെ വോയിസ് ക്ലാരിറ്റി ഒന്ന് കേട്ട് നോക്കാം. ഇയർഫോൺസിലും ഇതേ വോയിസ് ക്ലാരിറ്റിയാണ് കേട്ടോ. പെർഫോമൻസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ Helios P95 പ്രോസസർ ആയതുകൊണ്ട് തന്നെ ഒരു ഡെയിലി യൂസേജിന് പുറമെ മൾട്ടി ടാസ്കിംഗ്, ഹെവി ആപ്സ്, നല്ല ആനിമേഷൻസ്, ടച്ച് ആൻഡ് ഫീൽ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് ഒരു പ്രോസറാണ് Helios P95. നല്ലൊരു ഗെയിമിംഗ് ഫോൺ കൂടിയാണ് Oppo F17 Pro. മെയിൻ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ചെറിയ സൈസ് ആയതുകൊണ്ട് തന്നെ ഗെയിമിങ്ങിനും മൾട്ടിമീഡിയ എക്സ്പീരിയൻസിനൊക്കെ ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ നല്ലൊരു കംഫർട്ടബിൾ ഫീൽ ആണ് ഫോൺ കയ്യിൽ പിടിക്കാൻ തന്നെ. ക്യാമറയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 48 മെഗാപിക്സലിന്റെ പ്രൈമറി ക്യാമറയും 8 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയും 2 മെഗാപിക്സലിന്റെ മോണോ ക്യാമറയും പിന്നെ ഒരു 2 മെഗാപിക്സലിന്റെ മോണോ ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അതെ, 2 മെഗാപിക്സലിന്റെ 2 മോണോ ക്യാമറയാണ് ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ക്യാമറയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ
സംസാരിക്കുകയാണെങ്കിൽ ഡ്യുവൽ പഞ്ച് ഹോൾ സെൽഫി ക്യാമറയുള്ള 16 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയും 2 മെഗാ പിക്സലിന്റെ ഡെപ്ത് ക്യാമറയാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ക്യാമറ ഫീച്ചർ റിച്ച് ആണ് ഈ ഫോൺ. ഒരുപാട് AI ഫീച്ചേഴ്സ്, അൾട്രാ സ്റ്റെബിലൈസേഷൻ, സ്ലോമോ, അങ്ങനെ പല ക്യാമറ ഫീച്ചേഴ്സും ഫോണിൽ അവൈലബിൾ ആണ്. ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തു നോക്കി പല സൂം ലെവലില്. ഏറ്റവും ഹൈയസ്റ്റ് സൂമില് ഒരു മീഡിയം ലൈറ്റിംഗില് ക്ലാരിറ്റി ഓക്കെ ആണ്. പിന്നെ ഹീലിയോസ് പ്രോസസർ നല്ലൊരു AI സപ്പോർട്ട് തരുന്ന പ്രോസസറും കൂടി ആയതുകൊണ്ട് AI ഫീച്ചേഴ്സ് ഒരുപാട് അവൈലബിൾ ആണ്. പിന്നെ ഫോണിന്റെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് 48 മെഗാ പിക്സൽ മെയിൻ ക്യാമറ ആണെങ്കിലും 108 മെഗാ പിക്സലിന്റെ ഫോട്ടോ ഇതിൽ അപ്സ്കെയിൽ ചെയ്തുകൊണ്ട് എടുക്കാൻ കഴിയും. 4K വീഡിയോസ് അവൈലബിൾ ആണ്. 1080p സ്ലോ മോഷൻ വീഡിയോസ് എടുക്കാൻ കഴിയും. ഞങ്ങൾ എടുത്ത കുറച്ച് ഫോട്ടോസിന്റെ സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫോണിന്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ സ്ലീക്കസ്റ്റ് ഫോണാണ്. ഇത്ര തിൻ ഫോൺ, വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഫോൺ. പിന്നെ പ്രോസസ്സറും ഡീസന്റ് പ്രോസസർ ആയതുകൊണ്ട് തന്നെ ഒരു ഹൈ പെർഫോമൻസ് ഗെയിമിങ്ങിന് വലിയ കുഴപ്പമില്ല, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയും. Oppo F15 ഒരു ഹിറ്റ് മോഡൽ തന്നെയായിരുന്നു ഓപ്പോന്റെ. അപ്പോൾ അതിനൊരു സക്സസർ എന്നുള്ള രീതിയിൽ Oppo F17 Pro എന്ന് പറയുന്നത് ഒരുവിധം ഒരു നല്ല മോഡൽ തന്നെ ആയിട്ടാണ് Oppo ചെയ്തിരിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബട്ട് മലയാളീസിന്റെ ബാക്കി വീഡിയോകൾ കാണാൻ മറക്കാതിരിക്കുക.